രാജ്യത്തെ യു.പി.ഐ ഉപയോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിഷ്ക്രിയ യു.പി.ഐ ഐഡികൾ ബ്ലോക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത്, ഒരു വർഷമോ അതിൽ കൂടുതലോ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇടപാടുകൾ ഒന്നും നടക്കാത്ത യു.പി.ഐ ഐഡി ഡിസംബർ 31 കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. 2024 ജനുവരി 1 മുതൽ ഈ യു.പി.ഐ ഐഡികൾ പ്രവർത്തനരഹിതമാകുമെന്നാണ് ഇതിനർത്ഥം. ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനായി പണം അയക്കാൻ യു.പി.ഐ ഐഡി ഉപയോഗിക്കുന്നു. ഇവ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒന്നിലധികം യു.പി.ഐ ഐഡികൾ ലിങ്ക് ചെയ്തിട്ടുമുണ്ടാകാം. ഇനി യു.പി.ഐ ഐഡി ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ യു.പി.ഐ ഐഡി ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഡിസംബർ 31 മുൻപ് നിങ്ങളുടെ പഴയ യു.പി.ഐ ഐഡി സജീവമാക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾ യു.പി.ഐ ഐഡി ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തേണ്ടതുണ്ട്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പഴയ യു.പി.ഐ ഐഡി ബ്ലോക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം ഉപയോക്താക്കൾ പഴയ യു.പി.ഐ ഐഡി ഡീആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ പുതിയ മൊബൈലിലെ പുതിയ യു.പി.ഐ ഐഡിയിലേക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നു എന്നതാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. NCPIയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ബാങ്കുകളും മൂന്നാം കക്ഷി ആപ്പുകളും യു.പി.ഐ ഐഡി നിർജ്ജീവമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പഴയ യു.പി.ഐ ഐഡി ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ കൂടാൻ സാധ്യതയുള്ളതിനാൽ അത് തടയാനും NPCI നിർദ്ദേശം നൽകിയിട്ടുണ്ട്.